SIR നടപടികളുടെ സഹായത്തിന് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് സ്ഥിരീകരിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. DEOമാർക്ക് BLOമാരെ സഹായിക്കാൻ പൊതുജനങ്ങളുടെ പിന്തുണ ഉപയോഗിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. കളക്ടർമാർ NSS വോളണ്ടിയർമാരുടെയും ഇലക്ട്രൽ സാക്ഷരതാ ക്ലബ് അംഗങ്ങളുടെയും സഹായം തേടിയിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വിജിൻ, ഈ SIR നടപടികൾക്കായി വിദ്യാർത്ഥികളെ ഉപയോഗിക്കാമെന്ന് തന്നെയാണോ ഇപ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നത്? കാരണം ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവരുടെ അധ്യയനത്തെയൊക്കെ ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കാണേണ്ടതല്ലേ? നൗഫൽ, തീർച്ചയായും. അതായത് വലിയ തരത്തിലുള്ള പ്രതിഷേധം അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇക്കാര്യത്തിലുണ്ട്. അതിനിടയിലാണ് ഈ വിദ്യാർത്ഥികളെ NSSന്റെയും ഒപ്പം തന്നെ NCC മറ്റ് വിഭാഗങ്ങളിലെ വളണ്ടിയർമാരെ ഉപയോഗപ്പെടുത്തി SIR നടപ്പിലാക്കാൻ BLOമാരെ സഹായിക്കാൻ ഒക്കെയായി അവരെ ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ എത്തിയിട്ടുള്ളത്. കളക്ടർമാർക്ക് DEOമാരുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം. BLOമാരെ സഹായിക്കാൻ അവരെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ BLOമാർക്കും ഒപ്പം തന്നെ കളക്ടർമാർക്കും സേവനം തേടാൻ ഇക്കാര്യത്തിൽ അനുമതിയുണ്ട്. കളക്ടർമാർക്ക് അതിനുള്ള പ്രത്യേക അവകാശമുണ്ട് എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ അധ്യാപക സംഘടനകൾ ഉയർത്തുന്നുണ്ട്. കാരണം പരീക്ഷാ കാലമാണ്. അതിനിടയിൽ വിദ്യാർത്ഥികളെ അധ്യയന ദിവസങ്ങളും അധ്യയന മണിക്കൂറുകളും ഒക്കെ നഷ്ടപ്പെടുന്ന നിലയിലാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ BLOമാർക്കൊപ്പം വിടുകയും അവർ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുകയും അതിനുശേഷം അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തികളിലേക്ക് ഏർപ്പെട്ടാൽ അതിൽ അവരുടെ സമയമാണ് നഷ്ടമാകുന്നത്, പഠിക്കാനുള്ള സമയമാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധം ഉയർത്തുന്നുമുണ്ട്. അവർ ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളെ ഉപയോഗിക്കരുത് എന്നുള്ള നിലപാടാണ്. അല്പസമയത്തിനകം ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ തന്നെ പ്രതികരണം ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും നിലവിൽ BLOമാർക്ക് സമ്മർദ്ദം കൂടുന്നു എന്ന കാരണം പറഞ്ഞാണ് വിദ്യാർത്ഥികളെ കൂടി ഈ SIRന്റെ ഭാഗമാക്കാനുള്ള നീക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നത്. SIR നടപടികളുടെ സഹായത്തിന് BLOമാരെ സഹായിക്കുന്നതിനായി വിദ്യാർത്ഥികളെ കൂടി ഉപയോഗിക്കാമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. വോളണ്ടിയർമാർ, അതോടൊപ്പം തന്നെ സാക്ഷരതാ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ ഈ സഹായത്തിനുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. പക്ഷേ ഇതിൽ ചില വിയോജിപ്പുകൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയും ചെയ്യുന്നുണ്ട്. വിജിൻ വായാന്തോട് തുടരുന്നുണ്ട്. വിജിൻ, ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം അനൗദ്യോഗികമായി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രതികരണം നൽകും എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിക്കും ഇക്കാര്യത്തിൽ അനുകൂലമായ ഒരു അഭിപ്രായമായിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം വിദ്യാർത്ഥികളെ മറ്റ് പരിപാടികൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും അധ്യയന സമയങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നതിന് എതിരായി ഉള്ള നിലപാട് സ്വാഭാവികമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. അധ്യാപകരും ഒക്കെ അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഇങ്ങനെ ധൃതി പിടിച്ചെന്തിന് നടപ്പിലാക്കുന്നു SIR എന്നുള്ള നിലപാടാണ് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ പൊതുവെ പൊതുസമൂഹവും ഒക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ അതെല്ലാം തള്ളിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്. അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ധൃതി പിടിച്ച് ഈ സമയത്ത് തന്നെ SIR നടപ്പിലാക്കണം എന്നുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPM എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായി CPMന്റെ നിലപാട് ധൃതി പിടിച്ച് നടപ്പിലാക്കരുത്. അതിന്റെ ഭാഗമായിട്ടാണ് BLOമാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരുന്നത് എന്നുള്ള നിലപാടൊക്കെയാണ് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഇതിന്റെ സഹായത്തിനായൊക്കെ ഉപയോഗിക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്നുള്ള നിലപാട് തന്നെയാണ് മൊത്തത്തിൽ വിദ്യാർത്ഥി. ഇത് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണോ? ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുമായോ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമായോ ഒക്കെ എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? കാരണം വിദ്യാർത്ഥികളുടെ അവസാന ക്വാർട്ടർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയിലേക്ക് മാർച്ചിൽ പരീക്ഷ വരാനിരിക്കുന്നു. അവസാന ക്വാർട്ടറിലാണ് വിദ്യാർത്ഥികളുള്ളത്. അതായത് പഠനം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ട, കൂടുതൽ ദ്രുതഗതിയിലാക്കേണ്ട സമയമാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഒരു പക്ഷേ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമായി സംസാരിച്ച് വിദ്യാർത്ഥികൾക്ക് ഭാരമുണ്ടാകാത്ത രീതിയിൽ, പ്രത്യേകിച്ചും ഈ BLO ആപ്പിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതടക്കമുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് ചെയ്യാവുന്ന പ്രവൃത്തികൾ, ഇത്തരം പ്രവൃത്തികളൊക്കെ വിദ്യാർത്ഥികളെ ഏൽപ്പിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെയുള്ള രീതിയിലേക്ക് പോകാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ ശ്രമം?
നൗഫൽ, ഇക്കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത് കളക്ടർമാരുടെ വിവേചനാധികാരമാണ്. പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഡിഇമാർക്ക് നിർദ്ദേശം നൽകി ഡിഇമാർക്ക് BLOമാരെ സഹായിക്കാനായി അവർക്ക് വിദ്യാർത്ഥികളെയോ പൊതുജനങ്ങളിൽ നിന്നോ സഹായം തേടാം എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഇതിനായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ ഇത്തരത്തിലൊരു നിലപാട് പറയുകയും ചെയ്യുന്നത്. അതായത് കളക്ടർമാരുടെ വിവേചന അധികാരമാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ഇപ്പോൾ അദ്ദേഹം നൽകുന്ന സൂചന അനുസരിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുമായോ ഒരുപക്ഷെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുമായോ ഒന്നും ആലോചിച്ചുള്ള തീരുമാനമല്ല. അത് അതത് സ്ഥലങ്ങളിൽ നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരായിട്ടാണ് നിലവിൽ കളക്ടർമാരും ഒപ്പം തന്നെ ഈ BLOമാരും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കളക്ടർമാരുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കളക്ടർമാർക്കാണ് നേരത്തെ 2 സ്ഥലങ്ങളിൽ ഉള്ള ഇത്തരം നിർദ്ദേശം ഉത്തരവ് ഇങ്ങനെ വിദ്യാർത്ഥികളെ കൂടി ഉപയോഗപ്പെടുത്താൻ തരണം എന്നുള്ള ഉത്തരവ് നമ്മൾ തന്നെയാണ് അത് പുറത്ത് വാർത്തയായി നൽകുകയും ചെയ്തത്. അതിൽ തഹസിൽദാർമാരും ഡെപ്യൂട്ടി കളക്ടർമാരുമാണ് വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അവിടുത്തെ ഈ DEOമാർക്ക് ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുള്ള കത്ത് നൽകിയത്. അനുവദിക്കണമെന്നല്ല, വിദ്യാർത്ഥികളെ ആവശ്യമുണ്ട് എന്ന് കാണിച്ചാണ് ഈ കത്ത് നൽകിയത്. അതുകൊണ്ട് തന്നെ ഇത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കളക്ടർമാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ്. അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവിൽ അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉൾപ്പെടെ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. നൗഫൽ. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. SIR നടപടികൾക്കായി വിദ്യാർത്ഥികളെ കൂടി ഉപയോഗപ്പെടുത്താനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ആശയവിനിമയം വിദ്യാഭ്യാസ വകുപ്പുമായി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്.